ഡോക്ടറെ, എന്താണ് ഈ സ്ട്രെസ്സും ആരോഗ്യം തമ്മിലുള്ള ബന്ധം എന്താ? സ്ട്രെസ്സും അതേപോലെ സെക്ഷുവാലിറ്റിയും തമ്മിൽ ബന്ധമുണ്ടോ? സ്ട്രെസ്സും സെക്ഷുവാലിറ്റിയും ഭയങ്കര കണക്ഷനുണ്ട്. സ്ട്രെസ്സ് ആരോഗ്യമായിട്ട് ബന്ധമുണ്ട്. അത് പിന്നെ ഫിസിക്കലാവാം, മെൻ്റലാവാം, സൈക്കോളജിക്കലാവാം, ഇമോഷണലാവാം, എല്ലാം ഉണ്ട്. സ്ട്രെസ്സ് ഭയങ്കര കണക്റ്റഡാണ്. സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ നല്ല സെക്സ് ലൈഫ് ഉണ്ടാവില്ല. പിന്നെ സ്ട്രെസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു വൈഡ് ടോപ്പിക്കാണ്. അപ്പം നമ്മൾ നേരത്തെ വിചാരിച്ച പോലെ അല്ല. നമുക്കിപ്പോൾ സ്ട്രെസ്സ് വർക്ക് പ്ലേസിലോ ലൈഫിലോ ഓരോ വർഷം കഴിയുന്തോറും കൂടി വരും, കുറഞ്ഞല്ല വരണേ. പക്ഷെ സൗകര്യങ്ങൾ കൂടിയല്ലേ വരുന്നത്. എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ കാറുണ്ട്, എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, വീട്ടിൽ നിറച്ച് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ട് എല്ലാത്തിനും. അപ്പം നമ്മൾ ഹ്യൂമൻസ് നമ്മൾ വിചാരിച്ച് നമ്മൾ ഓരോരോ പുതിയ സാധനം കണ്ടുപിടിച്ച് സൗകര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാ സ്റ്റഡീസും കാണിക്കുന്നത് നമ്മൾ സുഖമായിട്ട് ജീവിക്കാൻ എല്ലാ സാധനങ്ങളും കിട്ടിയപ്പോഴും നമ്മുടെ സ്ട്രെസ്സ് കുറയല്ല, നമ്മുടെ സ്ട്രെസ്സ് കൂടുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലെ സ്റ്റഡീസിലെല്ലാം അവർ 60% ആളുകൾക്കായത് സ്ട്രെസ്, ഡിപ്രഷൻ, ബേൺഡ് ഔട്ടൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പേരൻറ്റിങ്, വെറുതെ കുട്ടികളെ വളർത്തുന്നത് പോലെ സ്ട്രെസ്ഫുള്ളാണെന്ന്. അവിടെ കാണിക്കുന്നത് 2/3 ഓഫ് പേരൻസ് ആർ സ്ട്രെസ്ഡ് ഔട്ട് എന്ന്. നമ്മുടെ നാട്ടിൽ സ്റ്റഡീസും ഇല്ല, ഫിഗറും ഒന്നുമില്ല. പക്ഷെ അവിടെ സ്റ്റഡീസും ഉണ്ട്, ഫിഗറുണ്ട്. മേ ബി അത്രയും ഹൈ ആയിരിക്കില്ല, നമുക്ക് അറിയില്ല. ഇവിടെ ഒരു പ്രോപ്പർ ആ ഒരു ഇതില്ല. പക്ഷേ 3/4% ആൾക്കാർ സ്ട്രെസ്ഡ് ഔട്ട് ആണെങ്കിൽ സംതിങ് റിയലി റോങ്. നമ്മൾ ചെയ്യുന്നതിൽ എന്തോ തെറ്റുണ്ട്. അപ്പോൾ എന്തുകൊണ്ടുണ്ടാവുമെന്ന് പരിശോധിക്കണം. പിന്നെ നമ്മൾ എന്തുകൊണ്ടുണ്ടാവുന്നു. അപ്പോൾ അവർ സപ്പോസ്ഡ്ലി നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് എക്കോണമിയാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് എക്കോണമിയാണ്. എല്ലാവർക്കും വലിയ വീടും വലിയ കാറും ബാങ്കിൽ പൈസയും എല്ലാം ഉണ്ട്. എന്നിട്ടും അവർക്ക് സ്ട്രെസ്സ് കൂടുതല. അപ്പോൾ എന്തുകൊണ്ട്? പിന്നെ സ്ട്രെസ്സ് എന്തുകൊണ്ട് ഉണ്ടാവുന്നു? എന്ത് തോന്നുന്നു? രാവിലെ എന്ത് തോന്നുന്നു? സ്ട്രെസ്സ് എന്തുകൊണ്ട് ഉണ്ടാവുന്നു? മേ ബി ലോഡ് കൊണ്ടുണ്ടാവുന്നതാവാം, വർക്ക് ലോഡും ഉണ്ട്, അല്ലെങ്കിൽ വർക്ക് പ്രഷറും ഉണ്ട്, വർക്ക് റിലേഷൻസ് കൊണ്ടുണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സ് കൊണ്ടുണ്ടാവാം. ഡെഫിനറ്റ്ലി. പിന്നെ എന്തുകൊണ്ടൊക്കെ ഉണ്ടാവണേ? പിന്നെ ഫിസിക്കൽ കണ്ടീഷൻസ് ചിലപ്പോൾ ഉണ്ടാവാം, ഫിസിക്കലൊക്കെ ഉണ്ടാവാം. ഇത്രയാണ് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നത്. ബാക്കി ഡോക്ടർ പറഞ്ഞു തന്നാൽ. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിക്ക ആൾക്കാരും അവർ തന്നെ അറിയുന്നില്ല അവർ ബേൺഡ് ഔട്ട് ആണെന്നും അവർ സ്ട്രെസ്ഡ് ആണെന്നും. അതാണ് ഏറ്റവും വലിയ തമാശ. നമ്മുടെ രാജ്യത്തല്ല, നമ്മുടെ ഈ വേൾഡിൽ ഇപ്പോൾ എത്ര പേർക്ക് ഉറക്കത്തിന് പ്രശ്നമുണ്ടെന്നറിയോ? നല്ലൊരു ഉറക്കം ഭയങ്കര ഡിഫിക്കൽട്ട് സാധനമാണ്. അതിൻ്റെ മെയിൻ റീസൺ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടാണ്. അത് ആളുകൾക്ക് അറിയാൻ പറഞ്ഞില്ല. അപ്പോൾ ഇൻസോംനിയ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഡോക്ടേഴ്സിനെ കാണുന്നു, അത് ചെയ്യുന്നു, ഇതിന്ന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ തന്നെ വലിയൊരു ശതമാനമുണ്ട് ഉറക്കം കിട്ടാഞ്ഞിട്ട്. പക്ഷെ സ്ട്രെസ്സ് ആണ് അതിൻ്റെ മെയിൻ റീസൺ. പിന്നെ ഉറക്കമില്ലാത്തതുകൊണ്ട് പിന്നെ സ്ട്രെസ്ഡ് ഔട്ടാവും. സെക്സ് ഇങ്ങനെ തന്നെയാണ്. സ്ട്രെസ്സ് കൊണ്ട് സെക്ഷുവാലിറ്റി എഫക്റ്റഡ് ആവും, സെക്സ് ഇല്ലെങ്കിൽ സ്ട്രെസ്സ് പിന്നെയും കൂടും. കാരണം ഈ സെക്സ് എന്ന് പറയുന്ന സാധനം ഭയങ്കര റിലാക്സിങ് ആണ്, പ്രോപ്പറായിട്ട് ചെയ്താൽ. അപ്പോൾ ഇതൊരു സ്ലിപ്പറി സ്ലോപ്പാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നല്ല സെക്സ് ഉണ്ടെങ്കിൽ റിലാക്സ് ആയിട്ട് ഉറക്കം കിട്ടും, നല്ല ഉറക്കം ഉണ്ടെങ്കിൽ നല്ല സെക്സ് ഉണ്ടാവും, അങ്ങനെ വൈസ് വേഴ്സ. കാരണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇപ്പോൾ കൂടുന്നു എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ ഫോണും ഇൻ്റർനെറ്റ് കണക്ഷനും സോഷ്യൽ മീഡിയയും ന്യൂസുമാണ്. അതായത് 150 വർഷം മുമ്പ് അല്ലെങ്കിൽ 200 വർഷം മുമ്പ് ഒരു ആൾക്കാരെ എടുത്തു നോക്കുക. അവർ വേറെ വല്ല രാജ്യത്തു നിന്ന് നടന്ന വല്ല കാര്യങ്ങളും ഇമ്മീഡിയറ്റ്ലി അറിയുമോ? ഇല്ല. അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയിൽ ഇപ്പം ഫേസ്ബുക്ക് കണക്ഷനുള്ള ഒരാൾക്ക് ഈ 5000 പേരുടെ കാര്യങ്ങൾ മിക്കവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓവർലോഡാണ്, ഇൻഫർമേഷൻ ഓവർലോഡ്. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണ്. നമുക്ക് കിട്ടുന്ന ന്യൂസുകൾ എന്ത് തരമായാലും അതിൽ മെജോറിറ്റി നെഗറ്റീവാണ്. നമ്മൾ കേൾക്കുന്ന ഓരോ സാധനം, നമ്മൾ കാണുന്ന ഓരോ സാധനം, നമ്മൾ ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇതെല്ലാം ബ്രെയിനിൽ പോകുന്നുണ്ട്, വേറൊരു സ്ഥലത്തൂടെ പോകുന്നുണ്ട്. അതേതാണ്? സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ കാണാത്ത ഒരു വലിയ മൈൻഡ് അവിടെയുണ്ട്. അതാണ് നമ്മുടെ ലൈഫിനെയും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ പോകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നെഗറ്റിവിറ്റി ഉണ്ടാവും. നമ്മൾ ഈ ലോകത്ത് കിടക്കുന്ന എല്ലാ ന്യൂസും എല്ലാ നെഗറ്റീവ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ നടക്കുന്ന യുദ്ധം നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. വല്ലവരെയും കുത്തിക്കൊന്നു, അത് ചെയ്തു, ഇത് ചെയ്തു. അതിനാണ് ന്യൂസ് വാല്യൂ ഉള്ളത്. ഇപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്കത് കൊണ്ട് ദോഷമുണ്ട്, അറിഞ്ഞതുകൊണ്ട് ദോഷമുണ്ട്. നമ്മൾ ലോകത്ത് കിടക്കുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും അറിഞ്ഞതുകൊണ്ട് നമ്മളുടെ മൈൻഡ്
ഇതാവും. അപ്പോൾ പണ്ട് ഈ സാധനമില്ലേ, നല്ലത് മാത്രം കാണുക, കേൾക്കുക, പറയുക, 3 monkeys. അതാണ് ഐഡിയലി വേണ്ടത് സ്ട്രെസ് കുറയ്ക്കാൻ. പ്രധാന കാരണം സോഷ്യൽ മീഡിയ ആണ് ആക്ച്വലി. കാരണം മറ്റുള്ളവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും പനി പിടിച്ച് വയ്യാതെ കിടക്കുന്ന ആളായിരിക്കും എവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ട് എവറസ്റ്റിൻ്റെ മുകളിൽ പടം എടുത്തിടുന്നത്. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തല്ല് പിടിച്ച് അടി പിടിച്ച് കരഞ്ഞ് ബഹളം വെച്ചിരിക്കുന്ന സമയത്തായിരിക്കും അവർ കെട്ടിപ്പിടിച്ചിട്ടുള്ള പഴയ ഫോട്ടോ എടുത്തിടുന്നത്. ഈ നല്ല സാധനം മാത്രം അവർ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത ആൾക്കാർ ആ സമയത്ത് ഇങ്ങനെ ഇരുന്ന് ഫോട്ടോ. കറക്റ്റാണ്. അപ്പോൾ ഇത് കാണുന്നവർക്ക് എന്ത് തോന്നും? അയ്യോ എനിക്കത് കിട്ടുന്നില്ലല്ലോ. സോ എവ്രിതിങ് ഗോസ് ഇൻ ടു യുവർ മൈൻഡ് ആൻഡ് ഗിവ്സ് യു എ ഫീലിംഗ്. ഒരു തോന്നലുണ്ടാക്കുകയാണ്, നമുക്ക് അതില്ല, ഇതില്ല, നമ്മൾ ഹാപ്പി അല്ല. അതുപോലെ അഡ്വർടൈസ്മെൻറ്റ് എന്തോ കാണിക്കുന്നത്? പെർഫെക്റ്റ് ലൈഫാണ് കാണിക്കുന്നത്. ലൈഫ് പെർഫെക്റ്റ് ആണോ? അല്ല, പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും ഒരേപോലത്തെ ഫിഗറും ഒരേപോലത്തെ ഭംഗിയും ഇല്ല. അതിനകത്ത് കാണിക്കുന്നത് മുഴുവൻ ഫോട്ടോഷോപ്പ് ചെയ്തിട്ടായിരിക്കാം, അല്ലെ മേക്കപ്പ് ചെയ്തിട്ടായിരിക്കാം, അല്ലേ? അപ്പോൾ ഈ മീഡിയ കൺസംഷനും സോഷ്യൽ മീഡിയ കൺസംഷനും അതിൻ്റെ ഇടയ്ക്കുള്ള ആഡ്സും ആഡ് ചെയ്യും, അല്ലേ? നമ്മുടെ മെയിൻ സ്ട്രെസ് കൂടാനുള്ള കാരണം ദിസ് കണക്ഷൻ വിത്ത് ദ സോഷ്യൽ മീഡിയ ആൻഡ് ദ ന്യൂസ് ആണ്. ഫോൺ യൂസേജ് ആണ്. മിക്ക ആളുകൾക്ക് ഇപ്പോൾ ഫോൺ അഡിക്ഷൻ ഉണ്ട്. നിങ്ങളൊരു ദിവസം എത്ര പ്രാവശ്യം ഫോൺ നോക്കുന്നുണ്ട്? നിങ്ങൾ എത്ര അടുത്ത് ഫോൺ നോക്കും? ഇപ്പം ന്യൂറോ സർജൻസ്, സ്ട്രെസ് റിലേറ്റഡ് ഡോക്ടേഴ്സിൻ്റെയും കുറേ സ്റ്റഡീസിൽ അവർ കാണിക്കുന്നത് ഫോൺ നമ്മൾ നോക്കാതെ നമ്മൾ എടുത്ത് വെക്കുക. നമ്മൾ രണ്ടാളും മീറ്റ് ചെയ്യാൻ വന്നിരിക്കുക, ഫോൺ ഞാൻ എടുത്ത് മേശപ്പുറത്ത് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? യു ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഈ ഫോണാണ് ഇമ്പോർട്ടൻറ്റ്. ഇതിലാരെങ്കിലും വരുമോ? ഇത് പിന്നെ ഏത് നേരം എടുത്ത് തോണ്ടല്ല. ഇത് നമ്മളുടെ മൈൻഡിനെ എക്സ്ട്രീം സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ കൊണ്ടുപോകും. ഒരു സാധനം, വേറൊരു സാധനം. നിങ്ങളൊരു കപ്പിളിനെ എടുത്തോളൂ. ഭർത്താവ് ഭാര്യനെ ഫുൾ ടൈം പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലല്ലോ. കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവരും നോർമലായിട്ട് പെരുമാറുമില്ലേ? ബാക്കിയുള്ളവരെങ്ങനെയാ? പനി വന്നു ഭാര്യയ്ക്ക്, അപ്പോൾ സോഷ്യൽ മീഡിയ, അയ്യോ മോക്ക് പനിയാണോ, മോള് പാരസെറ്റമോൾ കഴിച്ചോ, തുണി നനച്ചിട്ടോ. ഭർത്താവ് എന്ത് ചെയ്യും? ഇതൊന്നും ചെയ്യില്ല. എനിക്ക് വേണേൽ പോയി കിടന്ന് റെസ്റ്റ് എടുത്തോ എന്ന് പറയും. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് എ കമ്പാരിസൺ. ആൾക്കാർ തമ്മിൽ ഒരു ആവശ്യമില്ലാത്തൊരു കമ്പാരിസൺ വരുവാണ്. എത്ര ആയിരക്കണക്കിന് ആൾക്കാർ ഔട്ട് ദെയർ ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ആക്ച്വലി അവർ സ്ട്രോങ് ആയിട്ട് സോഷ്യൽ മീഡിയ 16 വയസ്സിന് താഴെ ബാൻ ചെയ്യാൻ പോവാണ്. അതേപോലെ മിക്ക രാജ്യങ്ങളും ചെയ്യും. നമ്മുടെ നാട്ടിൽ പേരൻസിന് അതിൻ്റെ ഇത് അറിയില്ല. നമ്മൾ ഗോയിങ് ഡിജിറ്റൽ, ഗോയിങ് ഓൺലൈൻ, ബീങ് കണക്റ്റഡ് സോഷ്യൽ മീഡിയ കുട്ടികൾക്ക് ഭയങ്കര ചീത്ത, അഡൾട്ട്സിന് സ്ട്രെസ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഒന്ന് അതാണ്. പിന്നെ സ്ട്രെസ്സ് പല കാരണങ്ങളുണ്ടാവും. ഫൈനാൻസ്, വർക്ക് ഓവർലോഡ്, ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓടിപ്പടിച്ചെല്ലാം ചെയ്യേണ്ടി വന്നാൽ, ട്രാവലിംഗ്, കുറേ നേരം വർക്കിന് ട്രാവൽ ചെയ്യുന്നത്, പ്രൊലോങ്ഡ് വർക്ക് അവേഴ്സ്, പ്രഷർ ഫ്രം ഐദർ ബോസ് ഓർ കൊളീഗ്സ് ഓർ ഫ്രം പാർട്ട്ണർ, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, സോഷ്യൽ പ്രോബ്ലംസ്, കൾച്ചറൽ പ്രോബ്ലംസ്, മോണിറ്ററി പ്രോബ്ലംസ്, റിലീജിയസ് പ്രോബ്ലംസ്. ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ തെറ്റ്, ഇത് ചെയ്താൽ പറ്റില്ല, അത് ചെയ്യണം, ഇത് ചെയ്യണം. റിലീജിയസ് ഇതുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എല്ലാം റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ ജീവിക്കാൻ പഠിച്ചില്ലെങ്കിൽ സ്ട്രെസ് നമ്മളെ അഫക്റ്റ് ചെയ്യും. സൊസൈറ്റീനെ കാണിക്കാൻ വേണ്ടി നമ്മളെല്ലാം ചെയ്തു തുടങ്ങുമ്പോൾ വലിയ ജോലി വേണം, വലിയ വീട് വേണം. ഒരു വീട്ടിലിപ്പോൾ എത്ര കാറാണ്? ഓരോരുത്തർക്കും ഓരോ കാറ്. സത്യം പറഞ്ഞതിൻ്റെ ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ അപ്പോൾ എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങുമ്പോൾ അതിനകത്ത് സ്ട്രെസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടും. അല്ലെങ്കിൽ ഫോറിൻ ഹോളിഡേയ്സ്, പുറത്തൊക്കെ പോയി ഒരുപാട് സ്പെൻഡ് ചെയ്ത് ഹോളിഡേയ്സ് ചെയ്യണമെങ്കിൽ പൈസ വേണം. അപ്പോൾ കുറേ ദിവസം വർക്ക് ചെയ്തിട്ട് കാശൊക്കെ കൂട്ടി വെച്ചിട്ട് 2 ദിവസത്തേക്ക് പോകും. അപ്പോൾ ഈ കുറേ ദിവസം കഷ്ടപ്പെട്ടിട്ട് ഈ 2 ദിവസം കൊണ്ടൊന്നും സന്തോഷം തിരിച്ചു വരില്ല. സന്തോഷമുള്ള ആളുകൾക്ക് എവിടെ ഇരുന്നാലും സന്തോഷം ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇപ്പോൾ 15 മണിക്കൂർ ഫ്ലൈറ്റ് കയറി വേറെ രാജ്യത്ത് പോയാൽ എക്സ്ട്രാ സന്തോഷമൊന്നും ആക്ച്വലി കിട്ടില്ല. പിന്നെ ഒന്ന് സെക്ഷുവാലിറ്റി. ഈ സെക്ഷുവാലിറ്റി ടൈം ഇല്ലെങ്കിൽ നടക്കാത്തത് കൊണ്ട് അവിടെ കുറേ സ്ട്രെസ്സ് വരും. സെക്ഷുവൽ ഡിസ്ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ പുരുഷന്മാർക്ക് ഇപ്പോൾ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് എന്തുണ്ടാവും? ഫാമിലിയിൽ പ്രഷർ വന്നു, ടെൻഷൻ വന്നു.
ഇൻഫെർട്ടിലിറ്റി ഇതുകൊണ്ടുണ്ടാവാം. വന്ധ്യത ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. നാട്ടുകാരുടെ പ്രശ്നങ്ങൾ, വീട്ടുകാരുടെ പ്രശ്നങ്ങൾ, ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ്, ഫ്രീക്വൻ്റായിട്ട് പോകണം ആശുപത്രിയിൽ, ജോലിയിൽ നിന്ന് ലീവ് കിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഇപ്പോൾ അത്യാവശ്യം കോമൺ ആണ്. അപ്പം നമുക്ക് എന്താ വേണ്ടതെന്നൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് നമ്മൾ ജീവിച്ചാൽ, നമുക്കിപ്പോൾ 10 കിട്ടിയാൽ നമ്മൾ 5 6 ചിലവാക്കാൻ പഠിക്കാം. 10 കിട്ടിയിട്ട് 20 കാണിക്കാൻ ശ്രമിക്കുന്നതിന് പകരം എല്ലാത്തിനും ചേഞ്ച് വരുത്താൻ പറ്റും. നമുക്കൊരു വീട് ചൂസ് ചെയ്യുന്നത്, ഇപ്പം ഞാൻ എറണാകുളത്തൊരു വീട് വാങ്ങിച്ചു. ഓക്കെ, അത് ഞാൻ വാങ്ങിച്ചിരിക്കണ ഒരു പഴയ വീടാണ്, 30 വർഷം പഴയ വീടാണ്, മൊസൈക്ക് തറയൊക്കെയാണ്. അപ്പോൾ കാരണം എന്തായാലും ഇച്ചിരി കോസ്റ്റ് കുറവായതുകൊണ്ട് എനിക്കത് മതി. ഞാനിപ്പോൾ ഡിസൈഡ് ചെയ്തു എനിക്ക് ആ വീട് മതി. അപ്പോൾ എൻ്റെ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ ഇതൊരു വൈറ്റ് പെയിൻ്റ് അടിക്കണം, ഇത് പച്ചത് പാണ്ടി കളറാണ്, ഇതെന്താ മൊസൈക്ക് തറ, ഇത് മാറ്റുന്നുണ്ടോ, കിച്ചണിൽ ക്യാബിനറ്റ്സ് ഒന്നുമില്ലല്ലോ, ഇതൊക്കെ അവർ പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഹൗസ് റൂൾ എന്നും പറഞ്ഞ് എഴുതി ഉണ്ടാക്കി. എൻ്റെ വീട്ടിൽ വരുമ്പോൾ വീടിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാം, നല്ലതും പറയേണ്ട ചീത്തയും പറയണ്ട. എൻ്റെ വീട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും. പഴയ വീടായിക്കോട്ടെ, പുതിയതായിക്കോട്ടെ, പൊട്ടിപ്പൊളിഞ്ഞായിക്കോട്ടെ, കുഴപ്പമില്ല. എന്താണെന്നറിയോ, എനിക്ക് സുഖമാണ് അതിനകത്തിരിക്കാൻ, എനിക്ക് ഫങ്ഷനാലിറ്റി മതി ഈ കാണിക്കാൻ വേണ്ടി. അപ്പം ഹൗസ് റൂൾ നിങ്ങളൊന്നും പറയണ്ട, എനിക്ക് ഗിഫ്റ്റും കൊണ്ടുവരണ്ട, ഇതൊന്നും പൊക്കിയും പറയണ്ട. എൻ്റെ ഹൗസ് റൂൾസ് ഇതാണ്. ഞാൻ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തു. നമുക്ക് എറണാകുളത്ത് ഇപ്പോൾ ഞാൻ ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവിടെ മെട്രോ ഉണ്ട്, എവിടെ പോകണമെങ്കിലും മെട്രോ കയറി പോവാം. കാറ് ഇതൊക്കെ നമുക്ക് കുറവാക്കാം. നമ്മുടെ റിക്വയർമെൻറ്റ്സ് നമുക്ക് തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്താണ്, അത് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറയും. പ്രകൃതി മനുഷ്യൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കുന്ന സാധനമാണ് നേച്ചർ. ദ മൊമെൻറ്റ് വി ആർ ഡിസ്കണക്റ്റഡ് ഫ്രം നേച്ചർ, പ്രകൃതിയായിട്ട് നമ്മൾ ഡിസ്കണക്റ്റ് ആകുമ്പോഴാണ് ആൾക്കാർ സ്ട്രെസ്ഡ് ആവണം. കാരണം നമ്മൾ പണ്ട് കാട്ടിൽ നടന്ന ആൾക്കാരാണ്. ഈ കുറച്ച് വർഷമായുള്ളൂ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്, അതൊരു വീടിൻ്റെ ഉള്ളിൽ. അപ്പം നമ്മൾ പ്രകൃതിയായിട്ട് ചേർന്ന് പോകണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രകൃതി രമണീയമായ സ്ഥലത്തൊക്കെ പോകണം. നമ്മൾ ഫോറിൻ കൺട്രിയിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോകണ്ട, ഇവിടെ നല്ല കേരളത്തിൻ്റെ അത്ര ഭംഗിയുള്ള സ്ഥലം ലോകത്തില്ല. ഞാൻ ഒരുപാട് രാജ്യത്ത് പോയിട്ടുണ്ട്. എത്രയോ ഇവിടെ ബീച്ചുകളുണ്ട്, മലയുണ്ട്, കാടുണ്ട്, വെള്ളച്ചാട്ടങ്ങളുണ്ട്, എന്തോരം ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോകാനായിട്ട് ഈവൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം, ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യേണ്ട. നമ്മൾ റെഗുലറായിട്ട് പ്രകൃതിയായിട്ട് ചേർന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ഒരുപാട് കുറയ്ക്കും. അതുപോലെ തന്നെ അതൊരു വളരെ ബ്യൂട്ടിഫുള്ളായ സജഷനാണ്. അതായത് ഈ ഫോറിൻ യാത്രയൊക്കെ ചെയ്യുന്നതിനേക്കാളും മുമ്പ് പൈസ ചെലവാക്കാതെ സ്ട്രെസ് എടുക്കാതെ കേരളം മൊത്തം കണ്ടൂടെ. പിന്നെ അവിടെ പോയി എന്ത് പുണ്യം കിട്ടുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പൈസ ഹോട്ടലിനാവും, കുറേ പൈസ ഫ്ലൈറ്റിനാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചിലപ്പോൾ നല്ല അനുഭവം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് പോരുതെന്നല്ല ഞാൻ പറയണേ, ട്രാവലിംഗ് നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് വലിയ എക്സ്ട്രാ സുഖങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം നമ്മൾക്ക് ഏറ്റവും നല്ലത് നമ്മളുടെ അടുത്ത് തന്നെ പാടത്തൊക്കെ നടക്കാൻ പോവുക, ബീച്ചിൽ നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് ഹിമാലയം പോകണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യം മലയാറ്റൂരും കനകമലയൊക്കെ കയറി ഇറങ്ങാം, എല്ലാ ആഴ്ചയും പോവാം, ലൈക്ക് ട്രെക്കിങ്ങിന് പോവാം. എല്ലാ ടൈപ്പ് ഓഫ് കേരളം ഭയങ്കര ബ്ലെസ്സഡ് ആണ്. എല്ലാ ടൈപ്പ് ഓഫ് ഇതും ഉണ്ട്. നമ്മുടെ മനസ്സാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പോൾ മിക്കവരും സോഷ്യൽ മീഡിയ പ്രസൻസിന് വേണ്ടിയാണ് വേറെ രാജ്യത്ത് പോയി ഫോട്ടോ എടുത്തിടുന്നത്. അതുകൊണ്ട് ആക്ച്വലി നമുക്ക് ഒരു ശാശ്വതമായ സന്തോഷം കിട്ടില്ല, ഒരു ടെമ്പററി. നമ്മൾ സന്തോഷം, പ്ലഷർ, ഇതൊക്കെ ഡോപ്പമീനാണ്. അല്ല, അത് പറഞ്ഞതിൽ വളരെ സത്യം ഉണ്ടായിരുന്നു. കാരണം ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും മാസം കൂട്ടി വെക്കണം. അതൊക്കെ തന്നെയാണെങ്കിൽ എന്നിട്ടാണ് നമ്മൾ അത് ആ ഒരു ചെറിയ പീരീഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് പലപ്പോഴും നമ്മൾ പോകുമ്പോൾ ഈ ഫ്ലൈറ്റിൽ കുറേ കുത്തിയിരുന്ന നടുവേദന വരും, അല്ലെങ്കിൽ എയർപോർട്ടിൽ ഡിലേ വരും, പിന്നെ പോകുന്ന സ്ഥലം ചിലപ്പോൾ നല്ലതായിരിക്കില്ല, അവരാരെങ്കിലും തട്ടിക്കുക, ഒരുപാട് പ്രശ്നം. ചെയ്തതല്ല പറയണേ, ഇതെല്ലാം ഞാനും ചെയ്തിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഒരു ഭംഗിയുള്ള ഗാർഡനിൽ കൂടെ വെറുതെ ഹാപ്പിനെസ്സിനായിട്ടാണ് നമ്മൾ അത് തന്നെ. നമ്മുടെ ബ്രെയിനിൽ വേവ്സ് ഉണ്ട്, ആൽഫ, തീറ്റ, ഡെൽറ്റ, ഇതൊക്കെ കറക്റ്റാണ് പറഞ്ഞത്. നമ്മളുടെ ആ പെർസെപ്ഷനാണ് മാറേണ്ടത്. ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു ജീവിതം മാറ്റിയിട്ട് നമുക്ക് സന്തോഷം വരുന്ന ജീവിതം ജീവിച്ചാൽ സ്ട്രെസ് കുറയും. വേറൊരു പ്രധാനപ്പെട്ട എലമെൻ്റാണ് നമ്മുടെ ഹോബീസ്, സെൽഫ് കെയർ, സെൽഫ് ലവ്. നമുക്ക് സമയം ഇല്ലാണ്ട് പോയി എല്ലാത്തിനും. അപ്പോൾ എല്ലാവരുടെയും പ്ലാൻ എന്താ, റിട്ടയർ ചെയ്തതിന് ശേഷം ഡാൻസ് പഠിക്കാം, പാട്ട് പഠിക്കാം, അതൊക്കെ ചെയ്യാം.
അതുവരെ ജീവിച്ചിരിക്കണ്ടോന്ന് ആരറിഞ്ഞു? സത്യം. ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, നാളെ ജീവിച്ചിരിക്കണ്ടോന്ന് നമുക്കറിയില്ല. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇന്ന് ലൈഫ് ആസ്വദിച്ചുകൂടാ? അപ്പോൾ ഹോബീസ് ഒക്കെ ചെയ്യുക. പടം വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുക. അതിന് സമയം കണ്ടെത്തണം. അവിടെയാണ് ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ടൈമാണ് ഇല്ലാത്തത്. ഇതിനെവിടെയാണ് സമയം കിട്ടണമെന്ന് ചോദിക്കും എല്ലാവരും. ഞാൻ ഡോക്ടറാണ്, ബിസി ഡോക്ടറാണ്. ഞാൻ ആശുപത്രി നടത്തുന്നുണ്ട്, പല സ്പെഷ്യാലിറ്റി ചെയ്തിട്ടുണ്ട്, ഇൻഫെർട്ടിലിറ്റി ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ 12 ഡാൻസ് ക്ലാസ്സിൽ പോകുന്നുണ്ട്, ഒരു 5-6 മാർഷൽ ആർട്സ് ഫോം പോകുന്നുണ്ട്, പാടവും വരയ്ക്കും, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എങ്ങനെ സമയം കണ്ടെത്തണേ? സമയം കണ്ടെത്താൻ ഒന്നാമത് പിള്ളേർ വലുതായി പോയിട്ടോ, അതൊരു മേജർ എലമെൻറ്റാണ്. സമയം കണ്ടെത്താൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ്. നമുക്ക് ഇരുന്ന് ആലോചിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് ടൈം മാനേജ്മെൻറ്റ്. ഇപ്പോൾ 2 മണിക്കൂർ ദൂരം യാത്ര ചെയ്തിട്ടാണ് വർക്കിന് പോകണമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് വീടെടുക്കാം, ഈ 2 മണിക്കൂർ സേവ് ചെയ്യും. അതല്ല, പോവേണ്ടി വന്നു, ഇപ്പം ഞാൻ മെട്രോയിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? പഠിക്കും, ഓഡിയോ ബുക്സ് കേൾക്കും, അല്ലെങ്കിൽ എഴുതാനുള്ളത് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് വേസ്റ്റ് ആവില്ല. വണ്ടി ഓടിച്ചാൽ അത് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ടൈം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ആവശ്യമില്ലാത്ത നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. എല്ലാ കല്യാണത്തിനും പോയി ബിരിയാണി തിന്നണമെന്നൊന്നുമില്ലല്ലോ. ബർത്ത്ഡേകൾ, കല്യാണങ്ങൾ, ഉത്സവങ്ങൾ ഇതെല്ലാം ഓവറല്ലേ? നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ കാര്യം നോക്കിയിട്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാ കാര്യങ്ങളും നോക്കണ്ട. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മൾ ഉണ്ടാവണം എന്നൊന്നുമില്ല. ഇതിനു മുമ്പൊക്കെ നമ്മളെങ്ങനെയാണ് ജീവിച്ചിരുന്നത്? നമ്മളുടെ കാര്യം നോക്കാൻ ആദ്യം പഠിച്ചിട്ട് നമ്മളെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് എക്സാമ്പിൾസും പറഞ്ഞു എന്നുള്ളൂ. എൻ്റെ നിങ്ങൾക്ക് പലർക്കും പല രീതിയായിരിക്കും, പക്ഷേ നമ്മൾ ടൈം സേവ് ചെയ്യാൻ പഠിക്കാൻ പറ്റും. അതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 10,000 കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഗെറ്റിംഗ് കണക്റ്റഡ് വിത്ത് ദ നേച്ചർ, സ്പെൻഡിങ് ടൈം വിത്ത് ലൗഡ് വൺസ്, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത്, കുട്ടികളായാലും നമ്മുടെ പേരൻസ് ആയാലും നമ്മുടെ സുഹൃത്തുക്കളായാലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക അവരുമായിട്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കുറയ്ക്കും. അപ്പോൾ ഈ സമയം കണ്ടെത്താതിരിക്കുന്നത് സ്വയം ചെയ്യുന്ന ഒരു നമ്മൾ തന്നെയാണ് ലൈഫിനെ കുത്തി നിറയ്ക്കുന്നത്. നമ്മുടെ ലൈഫിന് നമ്മൾ തന്നെ സമയം കണ്ടെത്താൻ പറ്റും. അല്ല, ഇതിന് സമയം കണ്ടെത്തിയില്ലെങ്കിൽ സ്ട്രെസ് കൂടും. സ്ട്രെസ് കൂടിയാൽ വീണ്ടും എല്ലാം താളം തെറ്റും, വീണ്ടും സ്ട്രെസ് കൂടും. അപ്പോൾ അത് വീണ്ടും നമ്മൾ താഴത്തോട്ടാണ് പോകുന്നത്. പലപ്പോഴും നമുക്ക് ഈ സെക്ഷുവൽ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് വരുമ്പോൾ അവർ പറയണേ ബന്ധപ്പെടുന്ന ഫ്രീക്വൻസി, നമുക്കൊരു ക്വസ്റ്റനെയർ ഉണ്ട്, അതിനകത്ത് ചോദിക്കും, ഫ്രീക്വൻസി ഒക്കെ ചോദിക്കും, എത്ര പ്രാവശ്യം ബന്ധപ്പെടും അല്ലെങ്കിൽ എത്ര സമയം എടുക്കും, ഇതൊക്കെ ചോദിക്കുമ്പോൾ ഫ്രീക്വൻസി കുറവാണ്. ചെറുപ്പക്കാർക്ക് തന്നെ ഭയങ്കര കുറവാണ്, പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ സെക്സ് ആർക്കും ഇല്ല, അതായത് സമയമില്ല. പണ്ടൊക്കെ സെക്സിന് ഇഷ്ടംപോലെ സമയമുണ്ട്, ഇപ്പോൾ ആർക്കും സമയമില്ല. ഇപ്പോൾ US സ്റ്റഡീസ് കാണിക്കണത് സെക്സ് കുറഞ്ഞ് തീരെ കുറവായി. ചില ആളുകൾക്ക് 2 വർഷത്തിലൊരിക്കലുള്ളൂ എന്നൊക്കെയാണ് അറിയണത്. അപ്പോൾ അതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ സമയമില്ല. സമയം നമ്മൾ കണ്ടെത്തണം. നമ്മുടെ പ്രയോറിറ്റി മാറിയിട്ടാണ്. നമ്മളിപ്പം 10 പേര് ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചാൽ നമ്മൾ 10 ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മൾ പോകണ്ട, അല്ലെങ്കിൽ ഒരു കളീഗിൻ്റെ ആ ഫംഗ്ഷന് പോകണ്ട. അതായത് സമയം സെക്സിന് വേണ്ടി കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അതിന് സമയമില്ല എന്ന് പറയരുത്. മറ്റുള്ള കാര്യങ്ങളെക്കാളും ഇതിന് പ്രയോറിറ്റി കൊടുക്കണം. ഇത് പ്രയോറിറ്റൈസേഷനാണ്. ഞാൻ എൻ്റെ പാർട്ട്ണർക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് സമയം കണ്ടെത്തും. ഇത് വാല്യൂ ഇല്ലാഞ്ഞിട്ടുകൊണ്ടല്ലേ സമയം കണ്ടെത്താത്തത്, മനസ്സിലായോ? അതുപോലെ സെക്ഷുവൽ ആക്ട് എത്ര 5 മിനിറ്റ് 10 മിനിറ്റ്, എന്താ സമയമില്ല. അപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ട്ണർ ഹാപ്പി, അത് വളരെ ക്ലിയറാണ്. മെജോറിറ്റി ആൾക്കാരുടെ സെക്സിൻ്റെ ടൈം അത്രേ ഉള്ളൂ, 10 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ അതിനകത്ത് കറക്ഷൻ വന്നു കഴിഞ്ഞാൽ ലൈഫ് കംപ്ലീറ്റ് മാറും. നിങ്ങൾ നിങ്ങളുടെ ഫീമെയിൽ പാർട്ട്ണറിനെ 2-3 മണിക്കൂർ എടുത്ത് ഹാപ്പി ആക്കി നോക്കിയാൽ നിങ്ങളുടെ ലൈഫ് പിന്നെ ഖുഷിയാണ്. മനസ്സിലായല്ലോ? ഈ ഒരു സാധനം ആണുങ്ങൾ പഠിച്ചാൽ അവർ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തരും. കർത്തവം കാണിക്കില്ല, ചൊറിയില്ല, ഒന്നും പറയണ്ട, ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സന്തോഷം വരും. കുട്ടികളോട് അവർ നല്ലതായിരിക്കും, നിങ്ങളുടെ പേരൻസിനോട് അവർ നല്ലതായിരിക്കും. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. സെക്ഷുവാലിറ്റി ഇമ്പ്രൂവ് ചെയ്താൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് ലൈഫിൽ കുറയും. പിന്നെ കണക്ഷൻ ഇമ്പ്രൂവ് ചെയ്യും, ഇമോഷണൽ ബോണ്ടിങ് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഈ അമിതമായിട്ട് വണ്ണം വെക്കുന്നത് പോലും സ്ട്രെസ് റിലേറ്റഡാണ്. അതെങ്ങനെയാണ് ഡോക്ടർ? ഈ സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് അഡ്രിനാലിനും കോർട്ടിസോളും ബോഡിയിൽ നിന്ന് സെക്രീറ്റ് ആവും. കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡാണ്. അപ്പോൾ ഈ അഡ്രിനാലിൻ നമ്മളിങ്ങനെ കൂടി കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ കുറയും. പക്ഷെ നമുക്ക് ഒരു ദിവസം പല സ്ട്രെസ് ഉണ്ടെങ്കിൽ കോർട്ടിസോൾ കൂടും,
താഴെ എത്തുന്നതിന് മുമ്പ് പിന്നെ അടുത്ത സ്ട്രെസ്ഫുൾ ഇവൻ്റ് വരും, കൂടും, അടുത്ത സ്ട്രെസ്ഫുൾ വരും, കൂടും. അപ്പോൾ കോർട്ടിസോൾ ഭയങ്കരമായിട്ട് ബോഡിയിൽ ബിൽഡപ്പ് ആവും. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഷുഗർ മൊബിലൈസ് ചെയ്യണ ഹോർമോണാണ്. നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടും. പിന്നെ നമ്മൾ ഫാറ്റ്, ഈ വിസറൽ ഫാറ്റ് ഡെപ്പോസിഷൻ, നമ്മുടെ ആ വയറ് ഭാഗത്ത് ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവും. സ്ട്രെസ് അടിക്കുന്ന ആളുകൾക്ക് കുടവയറ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ വയറ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും താല്പര്യമുള്ള ആൾക്കാർ ടെൻഷൻ കുറച്ചാൽ തന്നെ കുറയും. പിന്നെ സെക്സ് ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറയും. അപ്പോൾ അത് വയറ് കുറയാൻ നല്ലതാണ്. അപ്പോൾ പലരും വളരെ കഷ്ടപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യും. ഒരുപാട് വിലയുള്ള പ്രോട്ടീനും മരുന്നും മീൽ റീപ്ലേസ്മെൻറ്റും ഒരുപാട് പൈസ കൊടുത്ത് ഡയറ്റ് പ്ലാൻസും ജിം ഇതൊക്കെ ചെയ്യും. പക്ഷെ ടെൻഷൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് കുറയും, ഇത് കുറയും. സ്റ്റിറോയിഡിൻ്റെ എഫക്റ്റാണ്. പിന്നെ സ്ട്രെസ്സിൻ്റെ മെയിൻ സാധനം എന്ന് വെച്ചാൽ ഈ അഡ്രിനാലിൻ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ കാട്ടിൽ നടന്ന കാലഘട്ടത്തിൽ ഒരു പുലിയൊക്കെ സിംഹം നമ്മളെ ഉപദ്രവിക്കാൻ കടിക്കാൻ വരുമ്പോൾ നമുക്കുണ്ടായ സാധനമാണ് അഡ്രിനാലിൻ. അപ്പം നമുക്ക് 3 സാധനമാണ്: ഫൈറ്റ്, ഫ്ലീ, ഫ്രീസ്. 3 റിയാക്ഷൻ. ഒന്നില്ല നമ്മൾ അതിനെ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ നോക്കണം, പറ്റണ ആനിമൽ ആണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ഫ്ലീ, ഓടണം. ഇല്ലെങ്കിൽ നമ്മൾ ഫ്രീസ്, ചത്ത പോലെ ഇരിക്കണം. ചില ആനിമൽസ് ചെയ്യില്ലേ, ഈ കാർട്ടൂണിലൊക്കെ ഉണ്ട് ചിലതിൽ ഇങ്ങനെ ചത്ത പോലെ ഇരിക്കും. അപ്പോൾ അവർ വിട്ടിട്ട് പോകും ചത്താന്ന് വിചാരിച്ച്. അപ്പോൾ അതിനാണ് ഈ അഡ്രിനാലിൻ റിലീസ് ആവണേ. അഡ്രിനാലിൻ റിലീസ് ആകുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മസിലിലേക്ക് പോകും. കാരണം ഓടണം അല്ലെങ്കിൽ തല്ലുപിടിക്കണം. അപ്പം നമ്മുടെ വിസറൽ ഓർഗൻ, നമ്മുടെ ബ്രെയിൻ, ലിവർ, സ്റ്റൊമക്ക്, ഇങ്ങനെയുള്ള അവയവങ്ങളുടെ ബ്ലഡ് മസിലിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ അത്രയും അതിന് ഫങ്ഷൻ കുറയും. മനസ്സിലായില്ലേ? നമ്മുടെ BP കൂടും. അപ്പം സ്ഥിരം ടെൻഷൻ അടിക്കുന്ന ആളുകൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ വരും, ഡയബറ്റിസ് വരും. വിസറൽ ഓർഗനിലേക്ക് രക്തം പോയില്ലെങ്കിൽ നമ്മുടെ സെക്ഷുവാലിറ്റി വരില്ല, ഡെവലപ്പ് ചെയ്യില്ല. അഡ്രിനാലിൻ വരുമ്പോൾ ഈ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് സ്റ്റിറോയിഡ് കൂടുമ്പോൾ. ഇതിൻ്റെ ഓപ്പോസിറ്റ്, നമ്മൾ പാമ്പിൻ്റെ വിഷത്തിന് ആൻറ്റിഡോട്ട് ഉള്ള പോലെ സിമ്പത്തറ്റിക് അഡ്രിനാലിൻ, അതിൻ്റെ ഓപ്പോസിറ്റ് പാരാസിമ്പത്തറ്റിക് അല്ലെങ്കിൽ വേഗൽ നെർവ് ആക്ടിവേഷൻ. പാരാസിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ റിലാക്സ് ചെയ്യുന്നത്. അതാണ് ഈ ആൽഫ വേവ് മാറി ബീറ്റ വേവ് ഒക്കെ ആവണേ. ആ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ബ്രെയിനിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സും കണ്ടുപിടിച്ച സാധനം എന്താണെന്നറിയോ? ഒറ്റ സാധനമാണ് സ്ട്രെസ്സ് കുറയ്ക്കാൻ ഏറ്റവും എഫക്റ്റീവ് സാധനം. പറയാൻ പറ്റും? മെഡിറ്റേഷനോ? ഒരെണ്ണം മെഡിറ്റേഷനാണ്, വേറെ ഒരെണ്ണം അബ്ഡോമിനൽ ബ്രീതിങ്. അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കിയാൽ അവരിങ്ങനെ കിടക്കണ സമയത്ത് അവർ ബ്രീത് ചെയ്യുമ്പോൾ അവർ വയറിങ്ങനെ പൊങ്ങി താഴും. നമ്മൾ അഡൾട്ട്, അവർക്ക് ടെൻഷനൊന്നുമില്ല. അഡൾട്ട് ആകുമ്പോൾ നമ്മുടെ ചെസ്റ്റ് പൊങ്ങി താഴും, വയറ് പൊങ്ങി താഴില്ല. അപ്പോൾ ബ്രീതിന് എടുക്കുമ്പോൾ നമ്മുടെ വയറ് പൊങ്ങണം, എന്നിട്ട് ബ്രീത് ഔട്ട് ചെയ്യുമ്പോൾ വേണം. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ ആക്കണം. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്താൽ സ്ട്രെസ്സ് കുറയും. കാരണം എന്താ വെച്ചാൽ ഒരു ഡയഫ്രം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രക്ചർ ഉണ്ട്, അത് താഴോട്ട് പോകും നമ്മൾ അബ്ഡോമിനൽ ബ്രീതിങ് ചെയ്യുമ്പോൾ. അപ്പോൾ വേഗൽ ആക്ടിവേഷൻ ഉണ്ടാവും, നമുക്ക് ഓക്സിജൻ കൂടുതൽ കിട്ടും. അപ്പോൾ അബ്ഡോമിനൽ ബ്രീതിങ് പ്രാക്ടീസ് ചെയ്താൽ ഇത്, അപ്പോൾ നമ്മൾക്ക് വരുന്ന പേഷ്യൻസിന് നമ്മളെല്ലാവരും അബ്ഡോമിനൽ ബ്രീതിങ് പഠിപ്പിച്ചു കൊടുക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ സ്ഥിരമായിട്ട് അബ്ഡോമിനൽ ബ്രീതിങ് ആയാൽ നമ്മളിങ്ങനെ മഹർഷിമാരുടെ മാരിക്കും ഭയങ്കര ഇതാവും. ഒരു ബ്രീതിങ് ടെക്നിക്കും കൂടെ ഉണ്ട് രണ്ടാമത്തെ, അതായത് സ്റ്റോപ്പ്, ബ്രീത് ആൻഡ് ബി എന്ന് പറയും. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, ഫോർ എക്സാമ്പിൾ ഞാൻ റൗണ്ട്സ് എടുക്കാൻ പോവുക, പേഷ്യൻ്റെ റൂമിന് തൊട്ടും പുറത്തെത്തുമ്പോൾ ജസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്യുക, ബ്രത്ത് ഒന്ന് ശ്രദ്ധിക്കുക, ആൻഡ് ബി ഇൻ ദറ്റ് മൂമെൻറ്റ് അണ്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ജസ്റ്റ് ട്രാഫിക്കിൽ ബ്ലോക്കൊക്കെ വരിക, ജസ്റ്റ് ബ്രീതിങ് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ പാരാസിമ്പത്തറ്റിക് ആക്ടിവേഷൻ വന്നിട്ട് നമ്മുടെ സ്ട്രെസ്സ് കുറയും. അപ്പോൾ ഇത് രണ്ടും പ്രാക്ടീസ് ചെയ്യാം. പിന്നെ മെഡിറ്റേഷൻ്റെ എഫക്റ്റ് ഭയങ്കര ഹ്യൂജാണ്. ഒരു എപ്പിസോഡ് മുഴുവൻ ഞാൻ അതിന് ചെയ്യുന്നുണ്ട്. വെരി നൈസ്.